അപ്പോഴേ എല്ലാവരോടും ഒരു ക്ഷമ പറയാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇസ്ലാമികൾ റംസാൻ മാസം ചായക്കട നടത്താൻ പാടില്ല എന്നൊരാൾ പറഞ്ഞത്, ഒരു തലയെക്കെട്ടുകാരൻ പറഞ്ഞത്. അയാൾ അങ്ങനെ പറയരുത്. ഒരാളുടെ ജീവിത മാർഗ്ഗമാണ് ഒരു ചായക്കട. റംസാൻ മാസം നോമ്പെടുത്തിട്ടുണ്ടെങ്കിലും അയാൾ എന്തായാലും ചായ കുടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വന്നു. അപ്പോൾ ഞാനെന്തിനാ വെറുതെ ആളുകൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്? അയാൾ ചായക്കട നടത്തുകയോ നടത്താതിരിക്കുകയോ എന്തോ ആവട്ടെ, എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എൻ്റെ ജീവിതം തകർത്ത ചില തലക്കെട്ടുകാരുണ്ട്. അവരെപ്പറ്റി പറഞ്ഞതിന് എനിക്ക് ആരും പേടിക്കണ്ടല്ലോ അല്ലേ? അതിൻ്റെ പേരിൽ എൻ്റെ ജീവിതം പോവുകയോ അല്ലെങ്കിൽ കായികപരമായിട്ട് പ്രതികരിക്കുകയോ എന്തോ ആവട്ടെ അല്ലേ? വീട് കണ്ടോ നിങ്ങൾ? 2012 പഞ്ചായത്തിന് കിട്ടിയ വീടാണ്. 2 ലക്ഷത്തിൻ്റെ വീടായിട്ട്. ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 4 മക്കളും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിന് +2 പഠിക്കുന്നവരുണ്ട്, അല്ലാതെയും താഴോട്ടുള്ള പഠിക്കുന്നവരുമുണ്ട്. അങ്ങനെ അവരെ പഠിപ്പിൻ്റെ ചിലവ്, എൻ്റെ വീട്ടു ചിലവ്, എൻ്റെ കുടുംബത്തിൻ്റെ ചിലവ്, ഞാനും എൻ്റെ ഉമ്മയും ഭാര്യയും എല്ലാം അടക്കം ഞങ്ങൾ 7 പേരുണ്ട്. ആ 7 ആളുകളുടെ വലിയ ചിലവ് നടത്തേണ്ട ആവശ്യം എൻ്റെ ബാധ്യതയാണ്. അതെൻ്റെ കടമയാട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ നിന്നുകൊണ്ടിരിക്കുന്ന മഹലിൽ നിന്ന് ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് ചില ആളുകൾ പിരിവിന് വന്നു. അപ്പോൾ എല്ലാ വർഷവും ഞാൻ കൊടുത്തിരുന്നത് 100 രൂപ കൂട്ടി കൊടുക്കലാണ്. ആ വർഷം ഞാൻ 700 രൂപ കൊടുക്കണം. അതിനു മുമ്പ് 600 കൊടുത്തിരുന്നത്. അപ്പോൾ ആ വർഷം എന്നോട് പറഞ്ഞു 1000 വേണം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തരാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനുമായിട്ട് കുറച്ച് തർക്കമുണ്ടായി. എൻ്റെ പൈസ വേണ്ട എന്ന് പറഞ്ഞ് അവർ പോയി. എന്നിട്ട് ഞാനറിയാതെ എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് അവർ 1000 രൂപ വാങ്ങി. അത് മറ്റൊരു കാര്യം. പള്ളീൻ്റെ പൈസ ആര് കൊടുത്താലും വാങ്ങേണ്ട കടമ ഓരോ വ്യക്തിക്കും ഉണ്ടെന്നുള്ളത് ആ പള്ളീൻ്റെ കാര്യങ്ങൾ നടത്തുന്നവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതെന്തോ ആവട്ടെ. എന്നാൽ ഞാൻ ആ പൈസേൻ്റെ കാര്യത്തിൽ തർക്കിച്ചതിൻ്റെ പേരിൽ, എൻ്റെ അവസ്ഥ പറഞ്ഞതാണ്, തർക്കമല്ല കേട്ടോ. എന്നാൽ അതിൻ്റെ പേരിൽ അവരെനിക്ക് മറ്റൊരു രീതിയിൽ എനിക്ക് പണി തന്നു. അത് ഏത് പണിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ നേർച്ചയുടെ ഭാഗമായിട്ട് പന്തലും സ്റ്റേജും ഒക്കെ കെട്ടുന്നതിൻ്റെ പേരിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് എൻ്റെ മക്കളെല്ലാം പോയി നല്ല രീതിയിൽ സഹകരിച്ചിരുന്നു. എൻ്റെ മക്കൾ മാത്രമല്ല, അവിടെയുള്ള എല്ലാ ആളുകളും അതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ സ്റ്റേജിൽ വെച്ച് ആ പൊതുപരിപാടി നടത്തുന്ന സമയത്ത് അവിടെയുള്ള ഒരു തലക്കെട്ടുകാരൻ പറഞ്ഞു, എൻ്റെ 2 മക്കൾ ഈ പന്തലിൻ്റെ സ്റ്റേജിൻ്റെയൊക്കെ നല്ല പരിപാടി നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ 2 കുട്ടികൾക്ക് ക്യാഷ് അവാർഡുണ്ട്. ആ 2 കുട്ടികളെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ 2 മക്കളെ അവർ ക്ഷണിച്ചു. എൻ്റെ 2 മക്കളെ മാത്രം കേട്ടോ, മറ്റൊരു കുട്ടികൾക്കും ഇല്ല. എല്ലാ കുട്ടികളും പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ആ സ്റ്റേജ് അങ്ങനെ ആയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എൻ്റെ 2 മക്കൾക്ക് മാത്രം പ്രോത്സാഹന സമ്മാനം, ക്യാഷ് അവാർഡ്. അതെനിക്ക് പണി തന്നതാണ്. കാരണം ഇവന് ഇതും കൂടി അങ്ങ് നക്കിക്കോട്ടെ എന്നൊരർത്ഥവും കൂടി അതിന് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. അത് പള്ളിയിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മകൻ കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ മക്കളും പ്രവർത്തിക്കുമ്പോൾ 2 കുട്ടികൾക്ക് മാത്രം ക്യാഷ് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ്. അത് ആ ക്യാഷ് അവാർഡിന് വിളിക്കുന്ന സമയത്ത് ആ തലക്കെട്ടുകാരൻ പറയുകയും ചെയ്തു, ഇന്ന 2 കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് അതിന് പ്രത്യേക കാരണമുണ്ട് എന്ന്. ഒരു പ്രത്യേക കാരണമുണ്ട് എന്ന് പറയേണ്ട ഒരാവശ്യമില്ല. ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് തന്നെ പ്രത്യേക കാരണം തന്നെയാണ്. അപ്പോൾ അതിന് വേറെ പ്രത്യേക കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേക കാരണം പൊതുവേദിയിൽ വെച്ച് തന്നെ പറയണം. അയാളത് പറഞ്ഞില്ല. അത് മറ്റൊരു മോശം. അതിന് പ്രത്യേക കാരണം എനിക്കുള്ളൊരു താങ്ങാണെന്നുള്ളത് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഓക്കെ. ഇനി മറ്റൊന്ന്, ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ പറയുന്നു, ഈ വീട് സ്ഥാനത്തല്ല, ഈ സ്ഥാനത്തല്ലാത്തതുകൊണ്ടാണ് വീടിൻ്റെ പണി നടക്കാത്തത് എന്ന്. ഞാൻ പലവട്ടം പറഞ്ഞു, നമ്മളടുത്ത് പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് വീടിൻ്റെ പണി നടക്കാത്തത്. പൈസ ഉണ്ടെങ്കിൽ വീടിൻ്റെ പണി നടക്കും, സ്ഥാനക്കേടൊന്നുമില്ല എന്ന് പല നല്ല രീതിയിൽ കുറ്റിയടിച്ചതിൻ്റെ പേരിലാണ് വീട് വെച്ചതൊക്കെ. അങ്ങനെ സത്യത്തിൽ അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നാണ്. ഒരു എൻ്റെ ഈ കുടുംബം തകർത്ത് കളയണം എന്ന് ചിന്തിച്ചുകൊണ്ട് ചില ആളുകൾ പ്രവർത്തിച്ചിരുന്നു. അത് കുറച്ച് എൻ്റെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്. ആ ആളുകൾ അവർക്ക് താല്പര്യമുള്ള, അവരുമായിട്ട് ബന്ധമുള്ള ചില മന്ത്രവാദികളായിട്ട് എൻ്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് ആ മന്ത്രവാദിയെ കൊണ്ട് പറയിപ്പിച്ചു, ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഈ വീട്ടിൽ നിന്നാൽ അപകടം ഉണ്ടാവും, മരണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയെ പേടിപ്പിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയും മക്കളെയും ഇറക്കി പിടിപ്പിച്ചു. അത് ചെയ്തത് ഒരു തലയെക്കെട്ടുകാരനാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ തലക്കെട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ആളുകളെയും കൂടെ കണ്ടെത്തി യഥാർത്ഥ രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അവരെ കൂടി ഒന്ന് പഠിപ്പിക്കുക. എന്നിട്ട് വരിക എന്നെ പൊങ്കാലയിടാനും എന്നെ പേടിപ്പിക്കാനും എന്നെ കായികപരമായിട്ട് നേരിടാനും. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്തുകൊണ്ട് ഒന്നും നേടാനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ കോവിഡും പ്രളയമൊക്കെ കഴിഞ്ഞു പോയില്ലേ? ആ കോവിഡ് കാലത്തും പ്രളയകാലത്തും ഞാനും മറ്റുള്ളവരെ പോലെ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. മറ്റ് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തു നിന്നും കയ്യിലുള്ളതും ഇല്ലാത്തതുമായി പല രീതിയിലും പല ആളുകളും പല ഓഫറുകളും പല കിറ്റുകളും കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വെറുതെയെങ്കിലും എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? നീ എങ്ങനെ ജീവിക്കുന്നു, നിൻ്റെ ജീവിത രീതി എന്താ, നിനക്കെന്തെങ്കിലും വേണോ എന്ന്? തന്നില്ലെങ്കിലും വേണ്ടില്ല, ചോദിച്ചിരുന്നോ? അന്ന് ഞാനും വല്ലാതെ കഷ്ടത്തിൽ തന്നെയായിരുന്നു.
അതൊന്നും നിങ്ങൾ ചെയ്യാതെ ഇപ്പം നിങ്ങൾ ഞാൻ മതത്തിൻ്റെ 2 കാര്യം 2 സത്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ ഒരു പൊങ്കാലയിടുന്നു അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാണോ നിങ്ങൾ ചെയ്യേണ്ട രീതി? ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അയൽവാസി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞിട്ടേ നീ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന്. അതൊന്നും ഈ കാലത്ത് നടക്കില്ല. എന്നാലും കുറച്ചെങ്കിലും ചിന്തിച്ച് കൈകാര്യം ചെയ്യണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇത്ര പരസ്യമായിട്ട് പറയേണ്ടി വന്നത് നിങ്ങൾ കാരണം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ചിന്തിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്.